ഹായ് ഗൈസ്, വെൽക്കം ടു എ പുതിയ ബ്ലോഗ്. ഒരു കുഞ്ഞി ഈവനിങ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഞായറാഴ്ചയാണ്. നമ്മൾ എവിടെയൊക്കെ പോയി വന്നു. നമ്മളെ ഭവതിയായ നമ്മുടെ ആഴ്ചത്തോടുന്ന് പള്ളി വെക്കുന്നുണ്ട്. നമ്മൾ അയൽവാസി പോയി. ഓക്കെ, നമ്മൾ ഭവതിയായ അയൽവാസിനൊന്നും കാണൂല അവിടെ. അയൽവാസിനെ കാണൂല. നമ്മൾ ഭവതിയായ മനോട് ചോദിക്കാം, നമ്മൾ എങ്ങോട്ടൊക്കെ പോയി. നമുക്ക് എത്ര കല്യാണം ആയിരുന്നു നമ്മളെ ഹിസ്റ്ററിയിൽ ഏറ്റവും രാവിലെ തൊട്ട് കല്യാണം. മൊത്തം 3 കല്യാണം അല്ലേ? 3 കല്യാണം, ഒരു നിക്കാഹും 2 കല്യാണം. ഒരു നിക്കാഹും 2 കല്യാണം. ഒരു നിക്കാഹിന് ഇപ്പൊ പോയി. പക്ഷെ ഞങ്ങൾക്ക് ഗോളടിച്ചു. എന്തേ? ഒരു വെടിക്ക് 2 പക്ഷി അറിഞ്ഞാരി ഒരേ റൂട്ടിൽ തന്നെ 2 കല്യാണം. ആ സത്യം. ഒരു ഓഡിറ്റോറിയം അവരുടെ പെട്രോൾ കായിൽ ഞാൻ പറയുമ്പോഴേ ഈ കല്യാണം ഒഴിച്ചത് പെട്രോൾ അടിച്ചാലുള്ള പൈസ കൂടി തരിക കല്യാണ കത്തിന്റെ കൂടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പൊ എനിക്ക് ചോറിനുള്ള കായ് കൂടി തരേണ്ടി വരുമല്ലോ. അപ്പൊ നമുക്ക് പോകണ്ടല്ലോ. പോകണ്ടല്ലോ. പക്ഷെ എന്ത് വർത്താനം, നിങ്ങള് കല്യാണം വിളിക്കുമ്പോ കല്യാണ കത്തിന്റെ കൂടെ അല്ലെങ്കിൽ വരുകൊണ്ടിട്ട് ഇറങ്ങുന്ന കൈയൊക്കെ തരില്ല. അപ്പൊ 500 റുപ്യ കൊണ്ട് തരിക പെട്രോൾ അടിച്ചാൽ. ഇതിങ്ങ് ചെലവാണ്, വരവും പോക്കൊക്കെ. കിട്ടിയ പൈസ ഒക്കെ ചെലവാണ്ടേ എങ്ങനെയാലും. അട്ടിക്ക് വെച്ചൊക്കെ അല്ലെങ്കിൽ ഇപ്പൊ അപ്പൊ കഴിച്ച് നമ്മള് വൈകുന്നേരത്തെ കർമ്മത്തിച്ചത്തിൽ അതല്ല, കല്യാണം കഴിഞ്ഞ് വന്നപ്പോ നമുക്ക് നമ്മള് വാങ്ങിയതാ, നമ്മള് തൊടുണ്ടായത് കാക്കാൻ്റെ അവിടെ. അപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ എന്തൊക്കെയോ തിന്നാൻ പൂതിയാവുക. അങ്ങനെ കല്യാണത്തിന് പോയാൽ സത്യം പറയണേ നമുക്ക് പട്ടിണിയേക്കാരം. എന്താ ചെയ്യാ, നമ്മള് സാധാ തിന്നണ മാതിരി ഒന്നും അപ്പോൾ വയറച്ചൊന്നും തിന്നില്ല. ഉമ്മ ഇന്ന് വലിയ അവസ്ഥയിൽ സാധാ ചോറ് തിന്നാൻ പോയിക്കും കേട്ടോ. സാധാ ചോറ് തിന്നാൻ പോയിക്കാണ്ട് അവിടുന്ന് സാധാ ചോറ്, ബ്രോസ്റ്റ് പിന്നെ ഓല് തന്നപ്പോ പിന്നെന്താ വേണ്ട. ശരി, സാധാ ചോറ് തിന്നാൻ പോയിക്കാണ്ട് സാധാ ചോറ്. അല്ലല്ല, ബിരിയാണിയാണ് പറ്റാത്തത്, പറ്റായില്ല. അതെന്താ അറിയോ, ഞാൻ തിന്നാൻ കാരണം ഇന്നലെ കല്യാണത്തിന് പോയി അപ്പളും ബിരിയാണി, ഇപ്പൊ കല്യാണത്തിന് പോയി അപ്പളും ബിരിയാണി. അപ്പൊ സാധാ ചോറ് കഴിച്ചാൽ ഒരു പൂതി. ഓല് വേണോ ചോദിച്ചു, വേണ്ടാറിഞ്ഞു. എന്തിനാ മോശമാക്കണു, എന്താ ചെയ്യാ. ഓക്കെ, നമ്മളിവിടെ കർമ്മത്തി ചെത്തിക്കൊണ്ടിരിക്കുന്നു. പ്ലേറ്റ് ഉണ്ട്. ഇതിങ്ങനെ നിങ്ങൾ കാണണം ഗൈസ്. വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫ്രൂട്ടാണ്. നമുക്കൊരു പ്ലേറ്റ് എടുക്കാം. ഇവിടെ ലൈറ്റ് കുറവായിരിക്കും, പ്ലേറ്റ് എടുക്കാം. എൻ്റെ അമ്മക്ക് ഇനി നാടൻ പ്ലേറ്റ് ഒന്നും പറ്റില്ല, ഫോറിൻ പ്ലേറ്റ് തന്നെ കൊടുക്കാം, വൃത്തിയുള്ള പ്ലേറ്റ് തന്നെ കൊടുക്കാം. വെറുതെ പറയാട്ടോ. ഇനി ഇതിന്റെ കുരു നമ്മള് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നു. അല്ലല്ല, കുരു നമ്മള് കുഴിച്ചിടാൻ വേണ്ടി പാത്രം. എന്നാലേ നമുക്ക് ഇനിയും. യെസ്, എല്ലാവരും വ്ളോഗിലും കമന്റിലൊക്കെ ചോദിക്കുന്നു, ഷർഫലില എപ്പോഴാണ് മകന്റെ കല്യാണം എന്ന്. എന്താ നമുക്ക് ഞങ്ങളറിയാത്ത കല്യാണം. കാലൊക്കെ മാറി മക്കളെ, എന്താ ചെയ്യാ. എന്താണ് നിങ്ങളെ മരുവോളെ എക്സ്പെക്ടേഷൻസ്? നിങ്ങൾക്ക് എക്സ്പെക്ടേഷൻസ് ഉള്ളൊരു എനിക്കൊരു മരുവോള് വന്നേക്കണു. ആ മരുവോള് അതേപോലെ തന്നെ ആവണം. അല്ലല്ല പറയണ്ടേ, ഇങ്ങോട്ട് പഠിപ്പിക്കാൻ പാടില്ല. ഞാനും മരുവോളും ചങ്ങാഴ്ചകളെ മാതിരി. അമ്മായിമ്മ മരുവോള് പോരൊന്നുമില്ല. ഇല്ല. മകളെ പോലെ മോളെ അങ്ങോട്ടും സ്നേഹിക്കല്ല, മരോളെ അങ്ങോട്ടും സ്നേഹിക്കാം, മരോള് കുക്ക് ചെയ്യണമെന്ന് ഒരു കുക്ക് ചെയ്താൽ കുക്ക് ചെയ്യണം ഞാനും ചെയ്യാം. പക്ഷെ എന്നെ സഹായിച്ചെന്നാ മതി. ചെയ്യാൻ തട്ടിവിടണ്ട. എന്നിട്ട് ഇവിടെ മൂലക്ക് ഇങ്ങനെ ഇരിക്കും. അപ്പന്റെ തന്നെ സ്വഭാവം പുതുക്കത്തില് അന്നെ കുക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ അഥവാ മരോട് വന്നില്ലെങ്കിൽ എന്താ പോന്നില്ലെങ്കിൽ പിന്നെ പിന്നെ ഹൈറ്റ് വേണം. ഹൈറ്റ് വേണ്ടേ? പിന്നെ ഹൈറ്റ് വേണം, കാണാൻ നല്ല ചൊർക്ക് വേണം, നല്ല വേണം. ഞങ്ങളിവിടെ ഞങ്ങോട്ട് കൊടുന്നതും ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ട് കൊടുന്ന മരുവോൾ തന്നെയാണ്. അതേക്കെ പോലെയൊക്കെ കുറച്ചും കൂടി ഹൈറ്റ് വേണമെന്നുള്ളൂ. ഹൈറ്റ് ഇല്ലേ? അതൊക്കെയാണ് ഉമ്മാനോട് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് കുൽക്കുഞ്ഞാരി ഇങ്ങോട്ട് പോരും. അപ്പോ എന്നാണ് നിങ്ങൾ ഈ ചെറിയ മകന്റെ കല്യാണം എക്സ്പെക്ട് ചെയ്യുന്നത്? എത്ര മോന് സ്വന്തം ഇപ്പൊ മോൻ ഇങ്ങനെ നിൽക്കണത്, ഇങ്ങനെ സ്വന്തം കാലിൽ അൽഹംദുലില്ലാഹ് നിൽക്കാനാവട്ടെ. അല്ലെങ്കിൽ പറയേ ഞാൻ പെണ്ണിനെ കൊണ്ട് നോക്കണു, ഞങ്ങള് ഓളെ വീട്ടിക്ക് സൽക്കാരത്തിന് പോവാണ്, അടിച്ചാൻ കഴിയില്ല, ഒരു 500 അടിക്കാൻ ഇജ് പോകുമ്പോ ഇതമ്മ ഞങ്ങള് പോവാണ്, നിങ്ങൾ ചെലവിന് 500 ഇങ്ങോട്ട് വെച്ചോളി. ആ പിന്നെ ഞങ്ങൾക്ക് കൊണ്ടു തരണം. ഇതാണ് ഞാൻ വ്ളോഗ് നമ്മളിവിടെ കർമ്മത്തി മുറിക്കാറിനാണ്ട് വന്നാണ്. അപ്പൊ ഉമ്മ എന്നോട് വ്ളോഗിനെ ഉന്നയിച്ചു എന്തൊക്കെ എന്നോട് ചോദിച്ചാർ. അപ്പൊ ഇത് വ്ളോഗിന്റെ ഇടയിൽ കൂടെ ചോദിച്ചാൽ ഇത് കറക്റ്റ് ഉത്തരം ഇങ്ങോട്ട് പോരുള്ളൂ. ഏതാ വളവൻ മച്ചാനെ തരക്കിടില്ലല്ലോ ആള്. ഒരു പീസ് അട്ടി നോക്കട്ടെ, നമുക്കിത് കഴിച്ചു നോക്കാം. ഓ നമ്മളിപ്പോ ഫോർക്കൊക്കെ എടുക്കുന്നത്, അല്ലെങ്കിൽ നേരെ നന്നായിട്ട് തീറ്റിക്കലാണ്. അതല്ല, അത് വലിയ പീസല്ലേ, എടുക്കോ വലിയ പീസ് കഴിച്ചു നോക്കാം. മധുരം ഉണ്ടാവട്ടോ, കണ്ടിട്ടല്ല മധുരമുണ്ട്.
ഞാനൊന്നാട്ടെ. ഓ അല്ലേ അയവാ ഷുഗറൊക്കെ ഇത് ഫുള്ള് ചില തിന്നു. ഓ എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സിൽ ഒന്ന് പപ്പായ, പിന്നെ ഏതാങ്ങൾ പറഞ്ഞാണ് പപ്പായ, പിന്നെ ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് പറയും. എനിക്ക് ഇഷ്ടമുള്ള മാംഗോ ഒന്ന് അതല്ല, അതിൻ്റെ മേലൊക്കെ നിൽക്കുന്ന ഫ്രൂട്ട് ഉണ്ട്. നമുക്ക് എൻ്റെ വാട്ട്സ് ഇൻ മൈ മൈൻഡ് അറിയാൻ നോക്കട്ടെ. അറിയില്ല. നമ്മളെ തൊടുവിലൊന്നും ഇല്ല, നമ്മളെ അവിടുത്തെ പറമ്പത്തെ തൊടുവിലും ഇല്ല. ചക്കല്ല, ഏയ് സപ്പോട്ട. മണ്ടൻ. പോരാ പോരാ പോരാ, നമ്മളെ തൊടുണ്ട് സപ്പോട്ട. കിട്ടില്ലല്ലോ, കായ്ച്ചിട്ടില്ല, കായ്ക്കണുള്ളൂ. ഇതിപ്പോ എടുത്തേക്കണല്ലേ. ആപത്ത് ചൊല്ല് കേട്ടക്കണോ? ആപത്ത് കാലത്ത് തൈപ്പത്ത് വെച്ചാൽ എന്താണ്? കൈപ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപ്പത്ത് തിന്നാം. കാപ്പത്ത് തിന്നാം. അപ്പൊ ഇജ്ജ് തൈ വെക്കണമെന്ന്. എല്ലാം ഞാൻ തന്നെ ചെയ്യും. ഇജ്ജ് വെക്കണ്ട, ഇജ്ജ് ഇന്ന മറ്റേ ഇവിടെ കൊണ്ടേക്ക നഴ്സറിക്ക്. ഞാൻ അവിടെ ഫ്രൂട്ടിന്റെ തൈകളൊക്കെ ഇരുന്ന് കഴിക്കാം. ചെടി വാങ്ങാനോ? ഞാൻ വിചാരിച്ചു ഇപ്പൊ കല്യാണം കഴിഞ്ഞ് പോന്നപ്പോ തോന്നി അവിടെ ആദായ വിൽപ്പന ബോർഡ് ഉണ്ടെങ്കില് വരുന്നേക്ക് കണ്ടു. ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ പെണ്ണുമ്മ ചെടി ക്രൈസ് ഉണ്ടെങ്കിൽ മുൻഗണന. ഇതെന്തിനെല്ലാം ഇപ്പൊ പറഞ്ഞു മരുവകൾക്ക് മുട്ടിച്ചെന്ന കാര്യം ആലോചിച്ചിട്ടുണ്ട്. എത്ര ചെലവമ്മ കല്യാണം നടത്തണ്ട, കല്യാണം നടത്തണ്ട. സ്വർണത്തിന് ഇന്ന് കല്യാണത്തിന് പോയിട്ടാ ഇപ്പൊക്കെ ഫാൻസി. അപ്പൊ ഇങ്ങനെ ഓല് ഇങ്ങനെ സ്റ്റെപ്പ് കയറുമ്പോ തന്നെ പറഞ്ഞ് പൊട്ടിക്കൂലേ മറ്റേ ഏതുള്ള പൂവുകള്. അപ്പൊ അതൊക്കെ ഞാൻ മാടണത്തിനൊക്കെ ഓരോന്നിനും ഓരോ പൈസയാണ്. എനിക്കിങ്ങനെ നടന്നു വരുമ്പോ കൊറേ ഡാൻസ്, സ്മോക്ക്, അതൊക്കെ എന്റെ ആഗ്രഹം. എല്ലാം കിട്ടും. മണി 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 പൈസ സമയാവുമ്പോ ഒക്കെ വരും മകനെ. പ്രായത്തിനനുസരിച്ച വലിപ്പല്ലേ. അതല്ലേ ഓൽക്കൊന്നും ഒരു പണിയില്ലേ. കല്യാണം ജീവിച്ചാൽ സിമ്പിളാ, ഒറ്റ ഒരു പണിയില്ല. കല്യാണം കഴിക്കാൻ കൂട്ടിയേക്കൂല. അപ്പൊ പഠിച്ചാൽ നമുക്ക് അത് തരും, ഹൈറ് തരും. ഒന്നും മനസ്സിലാവണില്ല. എന്റെ പ്രായത്തിലുള്ളവരൊക്കെ കല്യാണം കഴിച്ചു ഓൽക്കൊന്നൊരു, ഞാൻ ചോദിച്ചവരൊക്കെ എന്താ പണി വെച്ചുമ്പോ അങ്ങനെ മനസ്സിലാവണില്ല. പിന്നെന്ത് ചെയ്യാറോ, കല്യാണം വാങ്ങിക്കൊണ്ട് നേരെ 37 ഏറ്റവും കപ്പിൾ വ്ളോഗ് ചെയ്യാം. കിട്ടും, അപ്പം കിട്ടും. എന്നിട്ട് യൂട്യൂബിൽ നല്ല പൈസ ഉണ്ടാക്കുക. എന്നിട്ട് നേരെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങാം. ഫോർച്യൂണർ വാങ്ങാം, ഓരോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാം. നമുക്ക് ചെടിൻ്റെ ഒരു ഗാർഡൻ തന്നെയാണ് തുടങ്ങാം, നഴ്സറി തന്നെ തുടങ്ങാം. ആ സെറ്റല്ലേ? എല്ലാം അങ്ങനെ തുടങ്ങും. എന്താണ് ഈ കോഴിയാള്? ഇനി നമുക്ക് നിരന്തരം ഈ കോഴികൾ മിണ്ടാണ്ടിരിക്കണമെങ്കിൽ ഇതിന്റെ ഉടമസ്ഥൻ വരണം. ആര്? ഒറ്റ പേര്. അതൊന്ന് ഞങ്ങള് കല്യാണത്തിന് ഓലെ കൊണ്ടുപോയിട്ട് സത്യം മുഹമ്മദ് ബഷീർ വരണം, ഇതിന്റെ ഉടമസ്ഥൻ, മൈ ഡാഡി. നാളെ കോഴികൾ മിണ്ടാണ്ടിക്കോളും. അവിടെ കൊറേ കോഴിയൊക്കെ ഉണ്ടാകും, മരുകള് വരൂല. സത്യം നാടന്മാരാണ് പറഞ്ഞത്. അപ്പൊ ഇതാണ് മരുകള് നാർത്ത് നീക്കണമെന്നുണ്ടോ? വ്ളോഗിൽ ചോദിച്ച പെടും. അതാണ്, നാർത്തെ നീക്കണമെന്നുണ്ടോ? ജനുവിന് അഭിപ്രായം പറയൂ. നേരത്തെ എണീക്കുക, സുബഹിസ്കരിക്കുക, പിന്നെ വേണമെങ്കിൽ കുറച്ചു നേരം കിടന്നോട്ടെ. 7 മണിയോ? 7 മണിക്ക് നിങ്ങൾ നീച്ചലുണ്ട് ഇവിടെ. നീപ്പിച്ച് ഞാൻ എപ്പോഴല്ലേ നീച്ചാന്നത്? മരുളായി വന്നപ്പോ ഞാൻ നീച്ചു. അത് ശരിയല്ല, ശരിയാ പുതുക്കത്തില് പോയിന്റ് ഇതിപ്പോ നമ്മളുണ്ടാവുന്ന തിന്നേച്ചിട്ട് ഈ കോഴിക്കളെ കൊണ്ട് ഇത് എടുത്തോ. ഞാൻ അപ്പൊക്ക് വേറെ കൊണ്ടു. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇത് ഒബായത്തിൽ കൂടെ കാര്യം സാധിക്കൂണ്ടല്ലേ? സത്യം. ബ്ലോഗിൽ കൂടെ ചോദിച്ചാൽ നല്ല സത്യം. ഇത് കൊണ്ടയോ? ബ്ലോഗിൽ കൂടെ ചോദിച്ചാൽ നമുക്ക് സത്യം പുറത്തു വരുള്ളൂ. മനസ്സിലായില്ല? കർമ്മത്തിൽ നിന്ന് വയറിറങ്ങി. നമ്മളടുത്ത് ട്യൂബൊക്കെ മാറ്റണുണ്ടോ? മാറില്ല. കല്യാണം പോയി വീട് തന്നെ മാറ്റി. അതൊക്കെ ആരെ ചെലവെക്കുക? ഞാനോ? ഇനി വീടൊക്കെ എനിക്കാണ്. എന്തോ ഒരു ചെലവാണ്. പെട്രോൾ അടിച്ചാൽ തന്നെ ചെലവുണ്ട്. മൂത്ത മോനായ മതിയേനു. മൂത്ത മോനെ പറഞ്ഞാലേ പ്രാരാബ്ദങ്ങൾ കുറെ ഉണ്ടാവും. അതാവുമ്പോ നമുക്ക് അതൊക്കെ കഴിച്ചില്ലായി. അതുകൊണ്ട് ഞാൻ കഴിച്ചില്ലായി. പെങ്ങളെ കെട്ടിക്കണ്ട, പെങ്ങളെ കെട്ടിക്കണ്ട, അതിന് ചെലവൊക്കണ്ട. ചെലവ് നോക്കിയവര് ഇവിടെ നിക്കുക. ഇജ്ജ് നോക്കാത്ത ഇജ്ജ് ചെലവെടുത്ത് ഇനി ഓനെ റെസ്റ്റ് എടുക്കട്ടെ. ഞാൻ പറയട്ടെ. അപ്പൊ നിങ്ങളെ ഭാഗമായിട്ട് ഇവിടെ ഈ മൂത്ത മക്കൾക്ക് നിങ്ങൾ കൊടുത്ത മാതിരി നമുക്ക് എന്താ തരിക? മൂത്തക്ക് എന്ത് കൊടുത്തു? കല്യാണത്തിന് സഹായിച്ച പോലെ
എന്തെങ്കിലുമൊക്കെ സഹായിക്കേ ഗൈസ്. സഹായിക്കേ ഇന്ത്യയൊക്കെ ഉള്ളൊക്കെ എനിക്ക് തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവല്ലോ. അതാ നല്ല കുട്ടികൾ എന്താ ചെയ്യാറിയോ, നിങ്ങളതൊന്നും എടുക്കണ്ടമ്മ. എന്നെ കൊണ്ട് തന്നെ നല്ല ആരോഗ്യം ആഫിയത്തും പഠിച്ചോ തന്നു. ഞാനും പറയും അതൊക്കെ ആവും. അങ്ങനെ തന്നെയല്ലേ ഓരോന്ന് നോക്കുമ്പോ തന്നെ ഒരു ടെൻഷനും ഇല്ല. ജീവിച്ചാൽ ഒരു പണിയില്ല. നല്ലൊരു ജോലിയായിട്ട് വാ, എന്നാ എനിക്ക് നല്ല ശമ്പളം കിട്ടും. കാക്കാൻ്റെ വാരി കടത്തച്ചോ. അവിടെ ഉണ്ട്. ഇതാണ് ഇന്നത്തെ ഈവനിങ് വ്ളോഗ്. ഓക്കെ, നമ്മളെ ക്യൂവിനെ കാണാത്തവർ കാണാം. മധുരണ്ടല്ലേ? അതുണ്ട്. ഒന്നും ഉണ്ടായിട്ടുള്ളൂ, ഒറ്റൊന്നുള്ളൂ. ഒന്ന് നാളെ നല്ല പഴുപ്പ് കറിയല്ലേ, ഒരു മുറിവുണ്ട് അവിടെ. അല്ല ഇപ്പം കുഞ്ഞേതുണ്ട്, ചെറുത്. അപ്പോൾ ഗൈസ് ഇതന്നെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. കുഞ്ഞ് ഈവനിങ് വ്ളോഗാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, അത് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എല്ലാം പറഞ്ഞു. കുട്ടിനെ കാണിച്ചു തന്നില്ല കേട്ടോ. കൊണ്ടുവരണോ? കുട്ടിനെ കാണിച്ചാൽ നിങ്ങൾ അപ്രൂവ് ചെയ്യുമോ? അപ്രൂവ് ആവുമോ കുപ്രൂവ് ആവോ നോക്കട്ടെ. എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ കൊണ്ടുവരാനായിക്കുള്ളൂ. അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത്? എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ത് ചെയ്യും? ഞാൻ തിരഞ്ഞെടുക്കും. എനിക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഓക്കെ, അതിന് ഉത്തരം അതുകൊണ്ട് പറഞ്ഞിട്ട് നമുക്ക് വ്ളോഗ് നിർത്താം. എല്ലാം സെറ്റ്. കുട്ടിന്റെ പെരക്കാർ പറയാം വ്ളോഗിങ് പ്രശ്നമാണ് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വ്ളോഗ് നിർത്തുക. വ്ളോഗിങ് പറയണം. അതിന്റെ ഒരു സൈഡ് കൂടെ ഞാൻ കൊണ്ടുപോകും. അത് വെച്ചിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. പൈസ അങ്ങോട്ട് വരില്ല, അങ്ങോട്ട് കൊടുക്കൊന്നുമില്ല. ഹറാമോ ഈ മണ്ടന്മാർക്ക് മനസ്സിലാവണില്ല. അതായത് എന്റെ കൂടെ ഞാൻ പഠിച്ച പണി ചെയ്യണവർക്ക് ഏറിപ്പോയാലും ഒരു 15,000 20,000 സാലറി ഉണ്ടാവുള്ളൂ സ്റ്റാർട്ടിങ്ങിൽ. ഞാൻ എത്ര വ്ളോഗിങ് ഒന്നും ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ബല് നോക്കുമ്പോ വ്ളോഗർ. അതെന്താ അറിയാം ഓല് പറയണത്, ഈ വ്ളോഗറിന് എന്നും കാലാകാലം ഒന്നും ഉണ്ടാവില്ല. ഒരു ജോലിയായ കാലാകാലം ഉണ്ടാവും. ഓണത്തിനാണ് പൊന്തും, എന്നിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് താന്നു പോകും. കൊറേ ഉണ്ടാക്കുക, അതിന് കിട്ടുമ്പോൾ കിട്ടും, പിന്നെ പണിയാ. അപ്പൊ ഇത് പറയാൻ എന്താ മോളെ കെട്ടിച്ചപ്പോ പണി പറഞ്ഞാ ഒരു വ്ളോഗറാണ്, ഫോണായിട്ട് നടക്കാറ് തിരിഞ്ഞു വരും. ഇപ്പൊ ഞാൻ എന്റെ മോനൊക്കെ കെട്ടിച്ചുമ്പോ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കാരണം നോക്കി. കല്യാണോ അല്ല മോന് ഒക്കെ സബ്സ്ക്രൈബർ ഉണ്ട്, എത്ര ഫോളോവേഴ്സ് ഉണ്ട്, അതൊക്കെ നോക്കണ കാലം വരൂലേ? പറയാൻ പറ്റുമോ? അല്ല ഇതാണെങ്കിൽ ഒരു ജോലിയും കൂടെ വേണേ. അത് സെറ്റ് ചെയ്യാം. ഇപ്പൊ ജോലി പറഞ്ഞപ്പോ ഞാൻ പഠിക്കണത് ഒരു ജോലി, ഞാൻ പഠിക്കണ സാധനത്തിന് ജോലി എടുക്കണു. ഇത് ഈ മണ്ടന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് നേരിടുന്ന പ്രശ്നം. എന്ത് ചെയ്യും? അത് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായിക്കോളും. കാണുന്നവരൊന്ന് ജസ്റ്റ് മൊറ്റടിക്ക് വ്ളോഗർ നിർത്തിക്കാളെ. എന്നാലും പെണ്ണ് സെറ്റ് ആയിക്കോട്ടെ എന്നാ പറയുന്നത്. പെണ്ണ് സെറ്റ് ആയിക്കാണ്ട് പെണ്ണിനോട് കൂടി ചോദിച്ചാൽ വ്ളോഗ് പിന്നെ അത് ഓളെ സാമർത്ഥ്യം. ഓള് പറഞ്ഞു കാണോളം അമ്മാനും പാപ്പാനും ഇജ്ജി ഞങ്ങളെയൊക്കെ ഓള് ചെയ്യിക്കണം. അത് നല്ലൊരു ജോലിയാണ് പറഞ്ഞ് മനസ്സിലാക്കണം. കേട്ടില്ലേ? സാമർത്ഥ്യം ഉപയോഗിക്കുക. എന്നിട്ട് അത് കഴിഞ്ഞാണ്ട് എന്താക്കുക, പിന്നെ പെരക്കാരൊക്കെ ആവശ്യമില്ലല്ലോ. പിന്നെ നമുക്ക് ഉണ്ടാക്കും നോക്കിയാൽ പോരെ. വ്ളോഗ് തുടങ്ങണേ പിന്നെയാണ് തുടങ്ങിക്കൂടെ? ഏത് വാപ്പാരും നിക്കായ് ജോളെ അതൊക്കെ പറയുള്ളൂ. നിക്കായ് ഞാൻ ഓല വീട്ടിൽ അങ്ങനത്തെ സംഗതിയിൽ ഇങ്ങനെ നിക്കാണ് വ്ളോഗിങ് അങ്ങനെ എങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ ഇപ്പം കൂടി വർത്തമാനം മറിച്ചിടൂലേ? ഓരോ കുറച്ചിടേ മറിയണോ അല്ലാണെങ്കിൽ സെറ്റല്ല മച്ചാനെ. ഇനി എന്ത് ചെയ്യാറ? ഇനി കാര്യം സാധിക്കണ ഞാൻ വ്ളോഗ് ആയിട്ട് വരാം. അപ്പൊ ഒക്കെ നടക്കും. ഇപ്പൊ പുതിയ ടെക്നിക്ക് കിട്ടി. അല്ലല്ല ഞാൻ പറയട്ടെ, വ്ളോഗ് ഏതൊക്കെ പറയട്ടോ, നാലാളും നല്ല കേൾക്കുള്ളൂ. പക്ഷെ വ്ളോഗ് കഴിഞ്ഞാൽ ഞാൻ മാറ്റി പറയും. നിങ്ങളൊക്കെ ഒരു ഇതാണോ? അല്ല വെറുതെ പറയട്ടോ. ഉമ്മ നല്ല പോലെയാണ്. ഉമ്മനോട് നല്ല പോലെയാണെങ്കിൽ ഇമ്മ നല്ല പോലെയാണ്. എനിക്ക് ഇവിടെ പ്രത്യേകിച്ച് വേറെ സീനുകളൊന്നുമില്ല. പക്ഷെ എനിക്ക് ഇടയ്ക്കൊരു മൂഡ് ഓഫ് വരും. എനിക്ക് മൂഡ് ഔട്ട്. അപ്പൊ ഞാൻ ആളോട് വർത്താനം പറയും. പക്ഷെ മൂഡ് ഓഫ് ആയ എനിക്ക് വേഗം മനസ്സിലാവും. മനസ്സിലായി എന്റെ മൂഡ് ഔട്ട് മനസ്സിലാവുന്ന 2 വ്യക്തികളാണ് ഉള്ളത്. ഒന്ന് ഉമ്മയും ഒന്ന് ബാബിയും. ബാബി മനസ്സിലാവും. തിരികെ മനസ്സില. ഓള് പിന്നെ അത് നോക്കൂല. മൂഡ് ഉണ്ടെങ്കിലും ഓള് മൈൻഡ് ചെയ്യൂല. ഉമ്മാക്ക് വേഗം കത്തും, പെട്ടെന്ന് കത്തും. നമുക്ക് ചില വർത്താൻ പറയാൻ തോന്നൂലല്ലോ. അങ്ങനത്തെ ഒരു മൂഡ് ഉണ്ടാവും. അപ്പൊ ഒന്നും ഉണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോൾ റെഡിയാവും. അങ്ങനെ ആവരുതേ. എന്തിനാ ഈ മൂഡ് ഔട്ട്? ഓരോ ആലോചനകൾ വരികയാണ്. ആലോചിക്കണ്ട, അപ്പോഴത് ആലോചിക്കുക. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. ഞാൻ വരുന്ന പിന്നത്തത് പിന്നൊക്കെ ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ നിലവിൽ ആലോചിക്കണം എന്തൊക്കെ അറിയോ? കിട്ടുന്ന പൈസക്ക് ഇങ്ങനെ ഇതാക്കി വെക്കുക. ഇനിയിപ്പോ ആ സമയമാകുമ്പോ എല്ലാവരും കല്യാണം അടിപൊളിയായി നടക്കണം. അപ്പൊ എനിക്കും നടത്താൻ പോകും. അത് നടക്കും. അത് ആലോചിക്കണം. അതിനിപ്പൊ തന്നെ ടെൻഷൻ അടിച്ചാല് നടക്കൂല.
നിങ്ങൾ മാപ്പിളിനെ കിട്ടിയിട്ടുണ്ട് ഉപ്പാന്റെ അല്ല പറയും അതന്നെ ശരിയാണ്. നിങ്ങൾ കാണാൻ ലുക്ക് ഇൻക്കാണ്, പക്ഷെ മൈൻഡ് മൊത്തം കിട്ടിയിട്ടുണ്ട് ഉപ്പാന്റെ. ആ മൈൻഡ് വിടി. അതിന് ഇപ്പൊ അവിടെ കോട്ടക്കും നല്ല സുനാമി വരുന്നുണ്ടായിരുന്നു. എന്റെ അപ്പൊ തന്നെ ബക്കറ്റും വെള്ളവും മറ്റേ ബോട്ടൊക്കെ എടുത്ത് റെഡിയോ. ഇമ്മ സുനാമി വരുന്നുണ്ടായിരുന്നാലും മിറ്റത്ത് ഇങ്ങനെ കാലം ഇട്ടിരിക്കും, മിറ്റത്ത് വെള്ളത്തിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് നോക്കാം എന്താപ്പത് അവിടെ ആയിക്കണോ. കാള പെറ്റു പറഞ്ഞേക്കിനെ കയറെടുക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഇപ്പാന്റെ സ്വഭാവമാണ് കിട്ടിയിരിക്കുന്നത്. ആ സ്വഭാവം നന്നല്ല. അത് എന്നത്തോളം തന്നെ ആലോചിച്ചിരിക്കുക. എന്താപ്പത് ആലോചിച്ചിരുന്ന് നമുക്ക് ഇവിടെ ടെൻഷൻ ആവും, ഒന്നിനൊരു ഉത്സാഹം ഉണ്ടാവില്ല, ഉന്മേഷം ഉണ്ടാവില്ല, ആരോടും മുണ്ടാൻ തോന്നൂല. പിന്നെ എന്താ അപ്പോഴേ മുന്നിൽ എന്താ വരുന്നത് അപ്പൊ ഞങ്ങൾക്ക് ഇതിനെപ്പോഴും ഞാനൊരു മോട്ടിവേഷൻ തരുന്നുണ്ട്. ഇതാണ് ആകെയുള്ള പ്രശ്നം. ഞാൻ അങ്ങനെ ആലോചിക്കും. അപ്പൊ എന്താ ചെയ്യാന്ന് അറിയോ, എന്റെ പണികളൊന്നും നടക്കൂല, ആലോചിക്കരുത്, വ്ലോഗ് എടുക്കാൻ തോന്നൂല, തിന്നാൻ തോന്നൂല. അപ്പൊ എന്നിട്ട് നിങ്ങൾ വിചാരിച്ചത് ശരിയാവില്ല. അവിടെയാണ് പോയിന്റ്. എന്നിട്ട് വിചാരിച്ചത് നടക്കൂണ്ടോ? അങ്ങനെ മൂടൗട്ടായി ഇരുന്നാൽ വല്ലതും അതാലോചിക്കാത്ത എന്താ? അതാണ് കുഴപ്പം. ഇതിങ്ങനെ ആലോചിച്ചേ എന്താ പ്രഷർ കൂടി അസുഖം കൂടി എന്നിട്ട് ആരെങ്കിലും വന്ന് തരുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ആലോചിക്കുക, വരുന്നോട് തെച്ച് കാണാ, കൊറേ ആലോചിച്ചിട്ട് ഒന്നും കിട്ടാനില്ല. അതാലേ മനസ്സിലായില്ലേ? നമുക്ക് ഗ്രാജുവലി ശരി. അതിന് എന്റെ അമ്മ ഫുൾ പോസിറ്റീവ് ആണ്. ഉമ്മക്ക് ആകെ ഞാൻ സീൻ കണ്ടു വെച്ചാല് എന്തെങ്കിലും ഒരു എമർജൻസി, അതായത് ഇപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ സ്കൂളിലൊക്കെ കൈയൊടിഞ്ഞ് വരുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും സീൻ ഉണ്ടാവും, അപ്പൊ മാക്കൊരു ഇങ്ങനെ ഒരു തലയിറ്റല് ഒരു തലയിറ്റില് ഒരു വയറുവേദന, എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് ഒക്കെ സാധനം വരില്ല, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു തലവേദന അല്ലെങ്കിൽ ഒരു ക്ഷീണം, അത് മാത്രം. അല്ലാതെ എന്ത് സംഗതി ഉണ്ടാവില്ല, അത് വരുമ്പോ വരട്ടെ ആ സാധനം അത് എനിക്ക് കിട്ടിയിട്ടില്ല, ആണ് പ്രശ്നം. ഓക്കെ, എനിവേ ഇതാണ് ഇന്നത്തെ. കാക്കൊന്നും കിട്ടിയില്ല, കാക്കൊന്നും അങ്ങനെ മൂടോട്ട് ഇല്ല, കാക്ക കഴിഞ്ഞു എന്നുള്ള മൈൻഡാണ്. അത് അതിന്റെ വഴിക്ക് പോവും, ഇത് ഇതിന്റെ വഴിക്ക് പോവും. എന്താ ഇമ്മ നോക്കാനുള്ളത്? ആലോചിച്ചില്ല. അപ്പൊ ഓക്കെ, ഇതാണ് ഒരു കുഞ്ഞി ഈവനിങ് വ്ളോഗ്. ഇങ്ങനത്തെ വ്ളോഗ് അല്ലേ നമ്മൾ ഇങ്ങനത്തെ വ്ളോഗാണ് എന്നൊരു 10-15 മിനിറ്റ്. ഓക്കെ, അപ്പൊ ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. എന്താ ചെയ്യാ, എല്ലാവരും ദുആ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്ത് യൂട്യൂബ് ആണ്, സബ്സ്ക്രൈബ് ചെയ്യാ. ബൈ ബൈ.